നീ എവിടെയായിരുന്നു? ഇത്രയും സമയം നിന്നെ കാണാതായപ്പോൾ ഞങ്ങൾ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു. നീ ഇവിടെ ഇല്ലായിരുന്ന നേരത്ത് എന്തൊക്കെ സംഭവിച്ചു നൽകുന്നു? എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഗുരു ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. പറഞ്ഞത് സത്യമാണ് തോമസ്. ഞങ്ങൾ എല്ലാവരും അവനെ കണ്ടു. അവന്റെ കൈകളിലെ ആണിപ്പെടുത്തുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ വാസത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നീ എന്തിനിങ്ങനെ സാക്ഷ്യം വിളിക്കുന്നു? ഞങ്ങൾ എത്രയും പേർ കണ്ടതല്ലേ? ഞങ്ങളുടെ സാക്ഷ്യം നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസമല്ല പ്രശ്നം. ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ മിശിഹായെ എനിക്ക് ദർശനം തരും. ആ ഉറപ്പാണ് എന്റെ ഭാഗം. ദയവായി തിരിച്ചറിയുക. ഒരു രാവും പകലും അലഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സഹോദരന്മാരെ. ക്രൂശിലേറ്റപ്പെട്ടവന്റെ കൂടെ നടന്നവരെ കുടിക്കാൻ വെള്ളം തരാൻ പോലും ആളുകൾ മടിക്കുന്നു. പടയാളികളുടെ കണ്ണിൽപ്പെടാതെ ബാത്തും പതിക്കും ഒക്കെയാ ഇതെങ്കിലും കൊണ്ടുവരാൻ കഴിയുന്നത്. എന്താ തോമസ് ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, എനിക്കൊന്നും അതിന്റെ കാരണം എന്താ? കിട്ടിയത് മുഴുവൻ നീ ഇവിടെ എത്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഉള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇല്ല, എനിക്കിനി ആഹാരം കിട്ടുന്നു. എല്ലാവരുടെയും വിശപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് സംഭവിച്ച നഷ്ടം വലുതായില്ല. എനിക്ക് എൻ്റെ കർത്താവിനെ കാണാൻ കഴിയുന്നു. സഹോദരങ്ങളുടെ വിശപ്പ് കണ്ടാൽ ഞാൻ ആഹാരം തേടി അലയുമ്പോൾ എനിക്ക് മാത്രം ദർശനം തരാതെ അവൻ പോയി. വരാതെ ആരോടും നൽകുന്നു. പക്ഷേ അതെന്റേതാണ്. എൻ്റെ നാഥൻ എനിക്ക് ദർശനം തരും വരെ ഞാനിനി ജലപാനം ചെയ്യില്ല. ഇതാരെയും ബോധിപ്പിക്കാൻ എന്റെ നിരാശയാണ്. ഉയർത്തെഴുന്നേറ്റ നാഥനെ കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിൽ എനിക്ക് ഈ ജീവൻ തന്നെ എന്തിനും. മരണത്തെ ജയിച്ച മിശിഹായെ കാണാതെ 1000 സംവത്സരത്തേക്കാൾ അടുത്ത് നിൽക്കുന്ന മരണമാണ് എനിക്ക് അഭികാമ്യം. നിങ്ങൾക്ക് സമാധാനം. തോമസ്, നിന്റെ വിരൽ